കഴിഞ്ഞ 1-ാം തീയതി കേരളത്തിൽ വളരെ വലിയ മഴയല്ലേ പെയ്തത്. ആ മഴയത്ത് പക്ഷേ ഞങ്ങൾക്ക് ഒഴിവാക്കാനാവാത്ത ഒരു യാത്രയുണ്ടായിരുന്നു കേട്ടോ. യാത്രാ നിരോധനമൊക്കെ ഉണ്ട്, മണ്ണിടിച്ചിലൊക്കെ ഉണ്ടെന്ന് ഓർത്ത് നമ്മൾ പേടിച്ചാണ് യാത്ര പോയത്. പക്ഷേ എങ്കിലും നമുക്ക് പോയപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. നമ്മൾ നേര്യമംഗലം വനത്തിൽ കൂടിയായിട്ടാണ് യാത്ര പോകുന്നത്. എപ്പോഴും നമുക്ക് ഇടുക്കിയിൽ നിന്ന് എറണാകുളം കോതമംഗലത്തോട്ടൊക്കെ പോകണമെങ്കിൽ ഈ ചീയപ്പാറ വെള്ളച്ചാട്ടം നേര്യമംഗലം ആ വഴി തന്നെയായിട്ടാണ് പോവേണ്ടത്. പോകുന്ന വഴിക്ക് മണ്ണിടിച്ചൊക്കെ കിടക്കുന്നുണ്ടായിരുന്നെങ്കിലും നമുക്ക് ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ചീയപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ ആളുകൾ ഇറങ്ങാൻ പാടില്ല, അവിടെ നിന്ന് വണ്ടി നിർത്താൻ പാടില്ല എന്നൊക്കെ നമ്മൾ ന്യൂസിൽ കണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ആ വഴി പാസ് ചെയ്ത് പോയപ്പോൾ അവിടെ ഒരുപാട് പേര് വണ്ടി നിർത്തി കാണുന്നതും ഫോട്ടോ എടുക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളും ജസ്റ്റ് ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. നമ്മൾ ഇറങ്ങിയൊന്നുമില്ല, ജസ്റ്റ് ഒരാൾ ഇറങ്ങി ഒന്ന് വീഡിയോ പിടിച്ചതേ ഉള്ളൂ. കാരണം ആ വെള്ളച്ചാട്ടം കാണാനായിട്ട് അത്രയും ഭംഗിയായിരുന്നു. നല്ല മഴയായതുകൊണ്ട് തന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ നല്ല ശക്തിയിലായിരുന്നു വരുന്നത്. പിന്നെ നമ്മൾ അവിടെ പോകുന്ന വഴിക്കൊക്കെ ചെറിയ ചെറിയ വെള്ളച്ചാലുകളൊക്കെ രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് നല്ല മഴ പെയ്തപ്പോൾ വനത്തിലൊക്കെ ചെറിയ ചെറിയ ഉറവ് പൊട്ടിയതാണെന്ന് തോന്നുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു എന്തായാലും കാണാൻ. പക്ഷേ കാണാൻ പോകുന്നത് റിസ്ക്കാണ്. പിന്നെ നമ്മൾ പോകുമ്പോൾ കാണുന്നത് കേട്ടോ, ഇതാണ് നേര്യമംഗലം പാലം. ഇതാണ് നമ്മുടെ ഇടുക്കിയിൽ നിന്ന് എറണാകുളത്തെയും നമ്മുടെ ഇടുക്കി ജില്ലയിലെ മറ്റുള്ള സ്ഥലങ്ങളിലോട്ട് ബന്ധിപ്പിക്കുന്നത് തന്നെ ഈ നേര്യമംഗലം പാലം കേട്ടോ. ഇത് നമുക്ക് ഭയങ്കര നൊസ്റ്റാൾജിയ തരുന്ന ഒരു പാലമാണ്. ഇപ്പം പഴയ പാലത്തിനോട് ചേർന്ന് തന്നെ പുതിയ പാലം അവർ നിർമ്മിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നേര്യമംഗലം ബ്രിഡ്ജൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ എല്ലാവരും ഒരുവിധം നന്നായിട്ട് തന്നെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ ഒന്ന് ചായ കുടിക്കാമെന്ന് കരുതി ഒരു കടയിൽ കയറി. ഞാനാണെങ്കിൽ കടയിൽ കയറി അപ്പോൾ അവിടെ ന്യൂസ് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എപ്പോഴും പിള്ളേരൊക്കെ കൊണ്ട് പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് പേടിയാണ് തിരിച്ചു വരുമ്പോഴും എന്തെങ്കിലും ബ്ലോക്കോ അങ്ങനെ കാര്യങ്ങൾ ഉണ്ടാവുമോ രാത്രിയാവുമോ എന്നൊക്കെ. അതുകൊണ്ട് ഞാൻ എപ്പോഴും ന്യൂസ് നോക്കിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ പോയ വഴിയിൽ ഇതാ കുറേ ചെരുപ്പുകൾ അവിടെ ഇങ്ങനെ ഡിസ്കൗണ്ട് സെയിലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വഴിയിലൊക്കെ തിരക്ക് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഇറങ്ങി നിന്ന് വാങ്ങാനൊക്കെ പറ്റുമായിരുന്നു. അപ്പം നമ്മൾ വന്ന് അവിടെ പോയിട്ട് കുറച്ച് ചെരുപ്പൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച് ഇറങ്ങിയിട്ടോ. ഒരുപാട് ചെരുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കിങ്ങനെ സെലക്ട് ചെയ്തെടുക്കണമായിരുന്നു. നമുക്ക് പറ്റിയ ചെരുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ചെരുപ്പൊന്നും എടുത്തിട്ടില്ല. നൈനക്കൂട്ടൻ്റെ ചെരുപ്പ് കണ്ടാൽ പിന്നെ അവിടെ മതി ആൾക്കാർ, അവൾക്ക് എത്ര ചെരുപ്പുണ്ടെങ്കിലും മതിയാവില്ല. അങ്ങനെ അവളിതാ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം തപ്പി പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ആൾക്കൊരു പിങ്ക് കളർ ചെരുപ്പാട്ടോ, അവൾക്ക് എപ്പോഴും പിങ്ക് കളർ ചെരുപ്പാണ് വേണ്ടത്. അങ്ങനെ അവളൊരു ചെരുപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഈ കാണുന്നത് എൻ്റെ അച്ഛൻ്റെ അനിയനാട്ടോ. എൻ്റെ അച്ഛൻ്റെ അനിയനും അനിയത്തിയും കൂടി ചെരുപ്പ് വാങ്ങുകയാണ്. അച്ഛൻ്റെ അനിയൻ കുറേ വാങ്ങി കൂട്ടിയിട്ടുണ്ട്. പിന്നെ അതാ ഏട്ടനും ഒരു ചെരുപ്പ് എടുത്തു. അങ്ങനെ നമ്മളിത് വന്നതാണ് ഈ അമ്പലത്തിലാട്ടോ വന്നത്. കാരണം നമുക്ക് കുറച്ച് ചടങ്ങുകളൊക്കെ ഇവിടെ നടത്താനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചടങ്ങൊക്കെ നടത്താനായിട്ടാണ് നമ്മൾ വന്നത്. ഇത് ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാട്ടോ. ഞാൻ ആദ്യമായിട്ടാട്ടോ ഈ അമ്പലത്തിൽ വരുന്നത്. നമ്മളിവിടെ വന്നപ്പം നട തുറന്നിട്ടില്ലായിരുന്നു. ഒരു 5 മണിയൊക്കെ കഴിയുമ്പോഴാണ് നട തുറക്കുന്നതെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾക്ക് കുറച്ച് വഴിപാടൊക്കെ ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അപ്പം വഴിപാടിന് ചീട്ടെടുക്കാനൊക്കെ ആയിട്ട് നമ്മൾ പോയി. അങ്ങനെ കുറച്ചധികം വഴിപാടുകളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വഴിപാടിന് ചീട്ടൊക്കെ എടുത്തു. അവിടെയും ചെന്നപ്പോഴും നല്ല മഴയായിരുന്നു. നമ്മൾ എല്ലായിടത്തും പോകണമെങ്കിൽ കുടയൊക്കെ ചൂടിയിട്ട് മാത്രമേ പോകാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്നാൽ കഴിഞ്ഞപ്പോഴത്തേനും നൈനക്കൂട്ടൻ്റെ ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞു. ആൾക്ക് മഴയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനും അവൾക്ക് എല്ലായിടത്തും പോകാൻ മടിയാണ്. അങ്ങനെ അവിടെ നല്ല ടോയ്ലറ്റൊക്കെ ഉണ്ടായിരുന്നു. അതായാലും നമ്മൾ ടോയ്ലറ്റിലൊക്കെ കൊണ്ടുപോയി. അപ്പോൾ അനിയത്തി ചീട്ടെടുത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ആറുണ്ട്. അപ്പോൾ നമുക്ക് ആ ആറ്റിൽ പോയിട്ട് കാലും കൈയൊക്കെ കഴുകിയിട്ട് വരണം എന്ന് അവിടുത്തെ സ്വാമി നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഏട്ടനും കൂടി ആ ആറ്റിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. ആറെന്ന് പറഞ്ഞാൽ പെരിയാറാണെന്ന് തോന്നുന്നു കേട്ടോ, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പക്ഷെ അവിടെയൊക്കെ നല്ല രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. ഇതാ ഈ കാണുന്ന കേട്ടോ ആറ്. നമുക്ക് മുൻപേ കൊച്ചച്ഛന് നേരത്തെ വന്നിട്ട് അറിയാവുന്നത് കൊണ്ട് പുള്ളി ഇതാ നേരത്തെ തന്നെ അങ്ങോട്ടേക്ക് നടന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ആറ് കാണുന്നത്. നല്ല എന്താണ് പറയുന്നത്, നല്ല രീതിയിൽ തന്നെ വെള്ളം കയറി കിടക്കാണ്. വെള്ളമൊക്കെ കലങ്ങി മറിഞ്ഞ് നല്ല മഴ പെയ്ത് വെള്ളം കയറിയ രീതിയിലാട്ടോ. പിന്നെ ആ ആറ്റിൽ കൂടിയൊക്കെ ഒരുപാട് സാധനങ്ങൾ ഒഴുകി വരുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളെന്താ ആ കാണുന്ന ഒരു ചുമന്ന ബോർഡൊക്കെ കണ്ടില്ല, അവിടം വരെയൊക്കെ എന്താണ് നമുക്ക് സാധാരണ ഇറങ്ങാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. ആ ചുമന്ന ബോർഡിൻ്റെ അപ്പുറത്തോട്ട് കൽപ്പടവുകളുണ്ട്. ആ കൽപ്പടവിൽ കൂടെ ഇറങ്ങിയിട്ടാണ് സാധാരണ ആൾക്കാരവിടെ കുളിക്കുകയും മറ്റുമൊക്കെ ചെയ്യുമെന്നൊക്കെയാണ് പറഞ്ഞത്. ഇതിവിടെ ബലിതർപ്പണക്കടവാട്ടോ. അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഈ കാണുന്ന കെട്ടിലൊക്കെ ഇവിടെ ബലിയിടാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നോർമലി ദിവസങ്ങളിൽ അവിടെ ബലിതർപ്പണമൊക്കെ നടക്കുന്നതെന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ മൊത്തം വെള്ളം കയറി കിടക്കായിരുന്നു. ഒന്നും നമുക്ക് നമ്മൾ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് നമുക്ക് അറിയില്ല ഒന്നാമത്തെ കാര്യം എവിടം വരെ വെള്ളമുണ്ട്, അല്ലെങ്കിൽ കര എവിടെ നിന്നാണ്, അതൊന്നും നമുക്ക് അറിയില്ല. പക്ഷെ അവർ പറഞ്ഞത് മൊത്തം വെള്ളം കയറി കിടക്കുന്നതെന്നാണ് പറഞ്ഞത്. ആഴമുണ്ടെന്നും പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അതെല്ലാം കുറേ നേരം നോക്കിയിട്ടും ഒരുപാട് സാധനങ്ങൾ ഒഴുകി വരുന്നതൊക്കെ കാണാനായിട്ടുണ്ടായിരുന്നു. അപ്പം കേരളത്തിൽ എല്ലായിടത്തും നല്ല മഴ പെയ്തതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഇതുപോലെ വെള്ളക്കെട്ടുകളൊക്കെ ആയിരിക്കും. പിന്നെ നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയ പുഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിതൊക്കെ കാണുമ്പോൾ ഒരു അത്ഭുതം കേട്ടോ.
ഇങ്ങനെ റോഡിലോട്ടും കടവിലോട്ടൊക്കെ വെള്ളമൊക്കെ കയറി കിടക്കുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതമാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറേ നേരം അതൊക്കെ കണ്ടു. കൺമണിയാണ് എല്ലായിടത്തും ഇങ്ങനെ അത്ഭുതത്തോടെ കേട്ടോ നോക്കണത്. അങ്ങനെ ഞങ്ങൾ കുടയൊക്കെ ചൂടി നിന്ന് അവിടെ നിന്ന് കുറേ നേരം അതൊക്കെ കണ്ടു. കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ അതിൻ്റേതായിട്ടുള്ള എടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കാലും കൈയൊക്കെ കഴുകിയിട്ട് കയറാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കാലും കൈയൊക്കെ കഴുകി മുഖമൊക്കെ കഴുകി ദേഹത്ത് വെള്ളമൊക്കെ തളിച്ചിട്ടാട്ടോ നമ്മൾ അവിടെ നിന്ന് കയറി പോരാൻ തുടങ്ങിയത്. അന്നേരത്തേനും അവിടുത്തെ സെക്യൂരിറ്റി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെക്യൂരിറ്റി നമ്മുടെ അടുത്ത് എവിടം വരെയാണ് വെള്ളം കയറിയിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ഇതിൻ്റെ അടുത്തൂടെ തന്നെ, അതായത് ഈ വെള്ളം കയറി കിടക്കുന്നിടത്തൂടെ തന്നെ തൊട്ടടുത്തൊരു ഭഗവതി ക്ഷേത്രമുണ്ട്. അപ്പോൾ അതിൻ്റെ കീഴ്ക്കാവിലോട്ട് പോകുന്നതും ഈ വഴിയാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു തന്നു. പിന്നെ തോണിയിലൊക്കെ ആൾക്കാർ മീൻ പിടിക്കാനായിട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ നമ്മൾ നിന്നപ്പോൾ തന്നെ 1-2 വള്ളക്കാരൊക്കെ വന്ന് മീനൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു, അതായത് പിള്ളേരൊക്കെ വന്നിട്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നല്ല വഴുക്കലുണ്ട്, അങ്ങോട്ടൊന്നും അധികം ഇറങ്ങുമൊന്നും വേണ്ട, നമുക്കറിയാൻ പറ്റില്ല എന്തോരം ഉണ്ടെന്നുള്ള, വെള്ളം എവിടം വരെ കയറും, പിന്നെയും വെള്ളം വരുമോ എന്നൊന്നും അറിയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ കാലും കൈയൊക്കെ കഴുകിയിട്ട് വന്നപ്പോഴത്തേനും അമ്പലം തുറന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുതു. പിന്നെ നമ്മൾ പൂജയ്ക്ക് എഴുതിയ രസീതൊക്കെ കൊടുത്ത് വഴിപാടുകളൊക്കെ നടത്തി പ്രസാദമൊക്കെ വാങ്ങിയിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് തൊഴുതിട്ടൊക്കെ ആയിട്ട് വന്നത്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഭദ്രകാളി ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു, നമ്മൾ അവിടെയും പോയി ദർശനമൊക്കെ നടത്തിയിട്ട്. പക്ഷേ നമ്മൾ ചെന്നപ്പോഴത്തേനും അവിടുത്തെ അമ്പലം അടച്ചു പോയായിരുന്നു. അങ്ങനെ നമ്മൾ 1-2 അമ്പലത്തിലും കൂടെ ദർശനം നടത്തിയിട്ടാണ് തിരിച്ചു പോകുന്നത്. തിരിച്ചു പോകുന്ന വഴിക്ക് മഴയൊക്കെ കുറവായിരുന്നു, എങ്കിലും മഞ്ഞൊക്കെ മൂടിയിട്ടുള്ളൊരു കാലാവസ്ഥയായിരുന്നു. നമ്മൾ എത്തിയപ്പോൾ ഒരുപാട് ലേറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഈ ചെറിയ വ്ളോഗിലെ വിശേഷങ്ങൾ. അപ്പം ഞങ്ങളുടെ വ്ളോഗ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ചെറിയ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.